പറയാൻ പറ്റില്ലല്ലോ, ഒരു സസ്പെൻഷൻ ആണോ എന്താണ് ഉദ്ദേശിക്കുന്നത്, എത്ര നാളത്തേക്കാണോ, എന്താ സ്ഥലം മാറ്റം വല്ലതും ആണോ എന്താണെന്ന് അറിയില്ല. എന്തായാലും മറ്റു പ്രിപ്പറേഷൻ എനിക്ക് പിന്നെ സാമ്പത്തിക ബാധ്യതകളൊന്നുമില്ല, എനിക്ക് ലോണുകളോ കടങ്ങളോ ഒന്നുമില്ല. എൻ്റെ വൈഫിന് ജോലിയുണ്ട്, മക്കൾക്ക് മൂത്തയാൾക്കും ജോലിയായി, അപ്പോൾ അവരുടെ വരുമാനമുള്ളത്. പിന്നെ എനിക്ക് അങ്ങനെ വലിയ ചിലവില്ല, എനിക്കൊരു ബൈക്കിന് പെട്രോൾ അടിക്കാനുള്ള പൈസ കിട്ടി എൻ്റെ ഒരു ദിവസത്തെ കാര്യങ്ങൾ ഒരു കടുത്ത തീരുമാനങ്ങളുമില്ല. വേറെ കടുത്ത തീരുമാനങ്ങളൊന്നുമില്ല. അവരുടെ ശിക്ഷ സ്വീകരിക്കുക എന്നുള്ളത് മാത്രമേ. തെറ്റ് ചെയ്താലും ശിക്ഷ സ്വീകരിക്കുന്നതിൽ എനിക്ക് അതിന് മടിയുമില്ല. ഡോക്ടർ ബ്യൂറോക്രസിയെ മാത്രം കുറ്റപ്പെടുത്താനുള്ള ഒരു ഘട്ടത്തിലേക്ക് എത്തിയത് സർക്കാരിന്റെ CPM-ന്റെ ഭാഗത്തുനിന്നൊരു ഭീഷണിപ്പെടുത്തേണ്ട ഭാഗമാണ് എന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. ഒരിക്കലുമല്ല. ഒരിക്കലും ഭീഷണിപ്പെടുത്തിയിട്ടില്ല. എനിക്ക് ബ്യൂറോക്രസിയുടെ മാത്രമാണ് എൻ്റെ പോരാട്ടം. ബ്യൂറോക്രസിയുടെ മെല്ലപ്പോക്കും ബ്യൂറോക്രസിയുടെ അനാസ്ഥയും മാത്രമാണ് എൻ്റെ പ്രശ്നം. അത് എല്ലാവരും സമ്മതിക്കുന്നതാണ്. അത് എല്ലാ മെഡിക്കൽ കോളേജിലുള്ള എല്ലാ ഡോക്ടർമാർക്കും ആ പ്രശ്നമുണ്ട്. എനിക്ക് വേറെ രീതിയിലും അത് പരിഹരിക്കാൻ പറ്റാതെ വന്നപ്പോഴാണ് ഞാനത് ചെയ്തത്. അല്ലാതെ ഇത് സർക്കാരിനെതിരെയുള്ള പോരാട്ടമേ അല്ല. ഈ പ്രതികരണം നേരത്തെ ഉണ്ട്. പ്രതികരണം നടത്തിയതിൻ്റെ തിക്തഫലങ്ങൾ എനിക്ക് എത്രയോ പ്രാവശ്യം കേട്ടിട്ടുണ്ട്.